നിമിഷം ദൈവസന്നിധിയിൽ അടയപ്പെടട്ടെ. പ്രാർത്ഥനയോടെ വളരെ ആഗ്രഹത്തോടെ ഒരു പകൽക്കാലം കൂടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നിരിക്കുമ്പോൾ ആരും ഈ സമയം അലക്ഷ്യമായിരിക്കാതെ ഹൃദയങ്ങളെ തുറന്ന് അതരങ്ങളെ തുറന്ന് നിങ്ങളുടെ ഭവനത്തിലായിരിക്കുമ്പോൾ തന്നെ കർത്താവിന് നന്ദി പറയാൻ കഴിയുന്നവർ ഒരു നിമിഷം അതരങ്ങളെ തുറന്ന് നന്ദി കർത്താവെ, അങ്ങ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും ഇന്ന് പകൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഓ ഹല്ലേലൂയ. ഇന്ന് പകലിലും ഞങ്ങൾ ജീവനോടെ ആയിരിക്കുന്നത് ഞങ്ങളുടെ കഴിവുകൊണ്ടല്ല, ഞങ്ങളുടെ മിടുക്കുകൊണ്ടല്ല, ഞങ്ങളുടെ ആരോഗ്യം കൊണ്ടല്ല, മറിച്ച് അങ്ങ് ഞങ്ങളെ നടത്തിയത് കൊണ്ട്, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരുന്നത് കൊണ്ട് ഒരിടത്തും തകർന്നു പോകാതെ സങ്കീർത്തനക്കാരൻ പറയുന്നതുപോലെ യഹോവ ഞങ്ങൾക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്തു പകരം കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിലും എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും, എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും രക്ഷിച്ച ആ നല്ല കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു നിമിഷം അതരങ്ങളെ തുറന്ന് നന്ദി കർത്താവേ. ഓ നന്ദി യേശുവേ, ഹല്ലേലൂയ. ഈ സമയം ആരും അലക്ഷ്യമായിരിക്കാതെ എല്ലാവരും അതരങ്ങളെ തുറന്ന് നിങ്ങളായിരിക്കുന്ന ഭവനങ്ങൾ, നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ നാമത്തെ അതരത്തിനകത്തൂടെ ഹല്ലേലൂയ. ഓ ദൈവ സാന്നിധ്യം ഇന്ന് പകലിലും ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ജീസസ്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരും. അങ്ങനെയാണെങ്കിൽ ആ നല്ല കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി വചനം പറയുന്നു, അവങ്കിലേക്ക് നോക്കിയാൽ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ മുഖത്തേക്ക് ഇന്ന് പകലിൽ വിശ്വാസത്തോടെ നീ നോക്കുമ്പോൾ നീ ലജ്ജിച്ചു പോകത്തില്ല. ഒരുപക്ഷെ ഒരുപാട് ഭാരത്തോടും പ്രശ്നത്തോടും ഒക്കെ ആയിരിക്കും ഈ സമയം നിങ്ങളായിരിക്കും. എന്നാൽ നിങ്ങൾ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ അവൻ നിങ്ങളെ ലജ്ജിപ്പിക്കുന്ന ദൈവമല്ല. ഓ ജീസസ്, ഹല്ലേലൂയ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയാരുളും വൻകീരിയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയാരുളും വൻകീരിയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവ. ചേർന്ന് പണം ഉയർത്തിയിടും ഞാൻ, ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയാരുളും വൻകീരിയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയാരുളും ചേർന്ന് പാടാം. എൻ സഹായം, എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയേ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവ. പണം ഇസ്രായേലിൻ, ഇസ്രായേലിൻ കാവൽക്കാരൻ. നിദ്രാഭാരം തൂകുന്നില്ല. ഇസ്രായേലിൻ കാവൽക്കാരൻ. നിദ്രാഭാരം തൂങ്ങുന്നില്ല. യഹോവ എൻ പാലകൻ ഇല്ലെനിക്കു ഖേദമോ. വിശ്വാസത്തോടെ യഹോവ എൻ പാലകൻ ഇല്ലെനിക്കു. ഉയർത്തിയിടും ഞാൻ, ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയാരുളും വൻകീ
പറയാമോ? എന്റെ സഹായം, എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും. അതുകൊണ്ട് ഞാൻ തകർന്നു പോകത്തില്ല. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും. വാനസേന ഗാനം പാടി വാണിടുന്നു സ്വർഗ്ഗസിയോ. വാനസേന ഗാനം പാടി വാണിടുന്നു സ്വർഗ്ഗസിയോ. ധ്യാനിച്ചിടും നേരമെന്റെ മാനസമോ ദിച്ചിടുന്നു. ധ്യാനിച്ചിടും നേരമെന്റെ മാനസമോ ചേർന്ന് വേണം. ഉയർത്തിയിടും ഞാൻ, ഉയർത്തിയിടും ഞാൻ എന്റെ കണ്ണുകൾ തുണയാരുളും വൻകീരിയിൽ. ഉയർത്തിയിടും ഞാൻ നല്ല പകലേശുവിന്റെ മുഖത്തേക്ക് നോക്കി. എന്റെ സഹായം യേശുവാണ്. എൻ സഹായം, എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയേ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയേ. ഇന്ന് പകൽ എത്ര പേർക്ക് ഹൃദയം തുറന്ന് പറയാൻ എന്റെ സഹായം യേശുവാണ്. എത്ര പ്രതികൂലങ്ങൾ എൻ്റെ മുന്നിൽ വന്നാലും അതിൻ്റെ ഒന്ന് നടുവിൽ ഞാൻ തകർന്നു പോകാതിരുന്നത് എൻ്റെ സഹായം അവിടുന്ന് ആയതുകൊണ്ടാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ പറയാമോ, കർത്താവേ, അങ്ങ് ഞങ്ങളോട് പറഞ്ഞല്ലോ, അങ്ങേ പിരിഞ്ഞ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അങ്ങയുടെ സാന്നിധ്യമില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഓ ഹല്ലേലൂയ. എന്തെന്തു ചെയ്ത നന്മകൾ ഓരോന്നുമോർത്താൽ ഉള്ളം നിറയും നാഥാ. ഈ പ്രതികൂലത്തിന്റെ നടുവിലും നീ ചെയ്ത നന്മകൾ ഓരോന്നുമോർത്താൽ ഉള്ളം നിറയും നാഥാ. പരിശുദ്ധ രക്തം, പരിശുദ്ധ രക്തം എന്നേർക്കായി ചിന്തി. നന്ദി നന്ദി നാഥാ. പരിശുദ്ധ രക്തം എന്നേർക്കായി ചിന്തി. നന്ദി നന്ദി നാഥാ. അതുകൊണ്ട് പരിശുദ്ധനെ, പരിശുദ്ധനെ യേശുനാഥാ. ആരാധ്യനേ, ആരാധ്യനേ. ഹൃദയം തുറന്ന് പരിശുദ്ധനെ, പരിശുദ്ധനെ യേശുനാഥാ. ആരാധ്യനേ, ആരാധ്യനേ. ഇന്ന് പകലും ആ സാന്നിധ്യം കൊതിക്കുന്നവർ യേശുവേ നിൻ പാദത്തിൽ വന്നേ. നീ മതി, നീ മതി. യേശുവേ നിൻ പാദം നമിച്ചേ. നീ മതി, നീ മതി. കേവലം ഒരു പാട്ടായിട്ടല്ല, ഹൃദയം തുറന്ന് കർത്താവിനോട് യേശുവേ, യേശുവേ നിൻ പാദം ആരാധ്യനേ. ഒരിക്കൽ കൂടെ കർത്താവിനോട് പറയാം,
ഞങ്ങൾ ജീവിതത്തിൽ വന്നത്. ആ ശത്രുക്ക് മേശയ്ക്ക് അബേദ്നെഗോ പറഞ്ഞതുപോലെ തീച്ചൂളയുടെ അളവ് വർദ്ധിച്ചാലും ലോകം മുഴുവൻ എനിക്കെതിരായി നിന്നാൽ അങ്ങേ ഞങ്ങൾ തള്ളി പറയത്തില്ല. കാരണം ഈ സാന്നിധ്യം അവർ അനുഭവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്തുകൊണ്ടാ പൗലോസെ സീലാസെ കാരാഗ്രഹത്തിനകത്ത് കടന്നു നിങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നത്? അതിന്റെ നടുവിലും കർത്താവിനെ ഉയർത്തുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. അതിന്റെ നടുവിലും കർത്താവിന്റെ നാമത്തെ ഉയർത്തുമ്പോൾ അവർ പ്രതികൂലങ്ങളെ കണ്ട് പകച്ചു നിന്നില്ല. പ്രതികൂലത്തിന്റെ നടുവിൽ അവർ മൗനമായിരുന്നില്ല. അതിന്റെ നടുവിലും കർത്താവിനെ ഉയർത്തുമ്പോൾ ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഇന്ന് പകലും നിന്റെ ഭവനത്തിനകത്തിരുന്നു കൊണ്ട്, നിന്റെ ദേശത്തിനകത്തിരുന്നു കൊണ്ട് കർത്താവിനെ സ്തുതിക്കുമ്പോൾ അനുഭവിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. അത് ചെങ്ങലകളെ അഴിക്കുന്നതാണ്, അത് കെട്ടുകളെ പൊട്ടിക്കുന്നതാണ്, അത് നുകങ്ങളെ തകർക്കുന്നതാണ്, അത് രോഗത്തെ മാറ്റുന്നതാണ്. ഇന്ന് പകലും അഭിഷേകത്തോടെ ആ നല്ല കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി എല്ലാ ഭാരങ്ങളും എല്ലാ നിരാശകളും ഇന്ന് പകൽ പൊട്ടി മാറട്ടെ. എല്ലാ ചെങ്ങലകളും നിന്നെ ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് വിടാതെ ഹല്ലേലൂയ ചെങ്ങലകൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ദൈവ സാന്നിധ്യം തകർക്കുകയാണ്. ഒരു പ്രശ്നത്തിന് എന്റെ വിശ്വാസത്തെ തകർക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽ ഞാൻ ആരാധിക്കുന്നത് വെറുതെയല്ല, ഞാൻ പാടുന്നത് വെറുതെയല്ല. ഇന്ന് പകൽ ഞാൻ സ്തുതിക്കുമ്പോൾ എന്റെ അടുത്തിറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഞാൻ അനുഭവിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഇന്ന് പകൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ അലക്ഷ്യമായിരിക്കാതെ അതരങ്ങളെ തുറന്ന്, അന്യഭാഷയിൽ അതരങ്ങളെ തുറന്ന് ഒരു പക്ഷെ നീ ആരാധിച്ചു തുടങ്ങുമ്പോ, ഇന്ന് പകൽ ഈ ലൈവിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുമ്പോ നീ ഇരിക്കാൻ തുടങ്ങിയ ആ സമയം ഒരുപാട് പ്രതികൂലത്തിന്റെ നടുവിലായിരിക്കും. അതേ പൗലോസും സീലാസും ഇപ്പോൾ ഇരിക്കുന്നത് ചെങ്ങലകളുടെ നടുവിലാണ്. അവർ കാരാഗ്രഹത്തിന്റെ നടുവിലാണ്. എന്നാൽ ആരാധന അവസാനിക്കുന്നതിന് മുന്നമേ, ഈ മീറ്റിംഗ് അവസാനിക്കുന്നതിന് മുന്നമേ നിന്റെ ചെങ്ങലകളെ തകർക്കാൻ ശക്തനായ ഒരു കർത്താവ്, നിന്റെ നുകങ്ങളെ പൊട്ടിക്കാൻ ശക്തനായ ഒരു കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരുവാ. ശത്രു നിന്നെ ഒതുക്കി കളഞ്ഞെങ്കിൽ, സാഹചര്യം നിന്നെ ഒതുക്കി കളഞ്ഞെങ്കിൽ, ഇന്ന് പകൽ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് പകലിലും. എന്തെന്തു ഭാരം